പറഞ്ഞു വെക്കുക. പലിശ 4 ഐറ്റാണ്. ഒന്ന് റിബൽ ഫള്, മറ്റൊന്ന് റിബൻ നസാ എന്നും റിബൻ നസീഅ എന്നും പറയും. മറ്റൊന്ന് റിബൽ യദ്, മറ്റൊന്ന് റിബൽ ഖറള്. ഇങ്ങനെ 4 ഐറ്റം പലിശകളാണുള്ളത്. അതിൽ ബാങ്ക് പലിശ ഏതിലാണ് വരിക എന്നും അഥവാ കുടുങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിനി എന്താണ് ചെയ്യേണ്ടത് എന്നും അത് പറഞ്ഞ് നമുക്ക് നിർത്താം. ഇൻഷുറൻസിനെ കുറിച്ച് കൂടുതൽ നീട്ടി പറയണില്ല. ഇൻഷുറൻസ് അത് നിരുപാധികം ഹലാലാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്, നിരുപാധികം പാടില്ലാത്തതാണ് ഹറാമാണെന്ന് പറയുന്നവരുണ്ട്, അത് സ്വാഭാവികം അത് അനുവദിക്കാൻ പറ്റും എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. പല വിഭാഗങ്ങളാണ് അതിലുള്ളത്. അതിനെക്കുറിച്ച് നമ്മുടെ നിലപാട് ഇപ്പം നമ്മൾ വാഹനങ്ങളൊക്കെ ഇൻഷൂർ ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാണ്. ലറൂറത്തുണ്ട്, വാഹനം ലറൂറത്തുള്ള കാര്യമല്ല. അപ്പം നമുക്ക് ഇവിടെ സംഗമിക്കണമെങ്കിൽ തന്നെ വാഹനം ഇല്ലാതെ കഴിയില്ല. നമ്മളല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇൻഷൂർ ചെയ്ത വണ്ടിയിലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ലറൂറത്തുണ്ട് എന്ന് ഉറപ്പാണ്. അതിനിപ്പോൾ വണ്ടി വാങ്ങാതിരുന്നാൽ പോരെ എന്നപ്പോൾ ചില മൂല്യന്മാർ ചോദിക്കണത്. വണ്ടി വാങ്ങാതിരുന്നാൽ മതി, പക്ഷെ വാങ്ങാതിരുന്നാലും ആരാന്റെ വണ്ടിയിൽ പൈസ കൊടുത്ത് കയറണമെങ്കിലും അത് ഇൻഷൂർ ചെയ്ത വണ്ടി ആയിരിക്കുമല്ലോ. സൂക്ഷ്മത ഉണ്ടെങ്കിൽ വണ്ടി കയറാതിരിക്കണം. അത് കാലത്ത് നടക്കോട്ടില്ലേന്നും. അതുകൊണ്ട് വണ്ടി വാങ്ങിയിട്ട് പെട്ടിയിലെക്കാനോട്ട് പറ്റൂല. റോഡുമ്മക്ക് ഇറക്കണമെങ്കിൽ അത് ഇൻഷൂർ ചെയ്യൽ നിർബന്ധമാണ്. അതുകൊണ്ട് ലറൂറത്തിന്റെ സമയത്ത് പാടുണ്ട് എന്നുള്ള പണ്ഡിതന്മാർ അഭിപ്രായം എടുക്കുകയാണെങ്കിലും ഇല്ല എന്നുള്ള അഭിപ്രായം എടുക്കുകയാണെങ്കിലും ഒക്കെ ഇൻഷൂർ ചെയ്തിട്ടേ റോട്ടിലിറക്കാൻ കഴിയുള്ളൂ എന്നുള്ള നിർബന്ധിതാവസ്ഥ ഉണ്ടായതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാവുന്നതാണ്. മറ്റു ഇൻഷൂറുകളൊക്കെ ലൈഫ് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇൻഷുറൻസുകളുണ്ട്. അതൊക്കെ ഐച്ഛികമാണ്, ചെയ്യേണ്ടവർക്ക് ചെയ്താൽ മതി. അതിൽ നിന്നൊക്കെ നമ്മളെപ്പോലത്തെവരൊക്കെ വിട്ടു നിൽക്കുകയാണ് വേണ്ടത്, വിട്ടു നിൽക്കാൻ പ്രേരിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് മാത്രം അതിനെക്കുറിച്ച് പറഞ്ഞ് ഈ പലിശനെ കുറിച്ച് ഇതിപ്പോ ചില മൂല്യന്മാരുണ്ട് ഞങ്ങളാ ഭാഗത്ത്. ഞാൻ പാണ്ടിക്കാട് അടുത്താണല്ലോ, ആ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി കണക്കൂട്ടി അവിടെ ചില മൂല്യന്മാരുണ്ട്. അവർ ബാങ്ക് പലിശ എല്ലാ കാര്യത്തിലും സൂക്ഷ്മതന്റെ ആൾക്കാരാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇബാദത്തുകളിൽ മൈക്കുപയോഗിക്കുന്നത് പോലും പാടില്ല എന്ന് പറയാൻ മാത്രം ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നവർ. അള്ളാഹു കർശനമായി വിലക്കിയിട്ടുള്ള, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ താക്കീതോടുകൂടി വിലക്കിയിട്ടുള്ള ഈ പലിശ, ആ കാര്യത്തിൽ യാതൊരു സൂക്ഷ്മതയും കാണിക്കാതെ അത് ഹലാലാണെന്ന് പ്രചരിപ്പിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്ത് നടക്കുന്ന കുറച്ചാൾക്കാരുള്ളൂ. ചെറിയൊരു കമ്പനിയാണ്, എന്നാലും കറക്ക് കമ്പനി ചെറുതാണെങ്കിലും പേപ്പട്ടി ഒന്നും മതിയല്ലോ ആളുകളെ പഠിപ്പിക്കാൻ. അവര് രംഗത്തുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ വിധത്തിൽ അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അത്തരക്കാരൊക്കെ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ടായതുകൊണ്ട് ആ പലിശനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് നമുക്ക് പറയാം. 3 പലിശകളും കച്ചവടത്തിൽ മാത്രം സംഭവിക്കുന്നതാണ്. റിബവിയാത്ത്, ഭക്ഷ്യ വസ്തുക്കൾ, നാണയങ്ങൾ, ഇത് കൈകാര്യം ചെയ്യുമ്പോൾ, അത് പരസ്പരം വിൽപ്പന നടത്തുമ്പോൾ, സ്വർണത്തിന് പകരവും വെള്ളിക്ക് പകരവും 2 വസ്തുക്കളായി റിബവിയാത്ത്. ഒന്ന് മത്ഉമാത്ത്, ഭക്ഷ്യവസ്തുക്കളും, മറ്റൊന്ന് നാണയങ്ങളും. ഈ സ്വർണം വെള്ളിയും തമ്മിലോ അല്ലെങ്കിൽ സ്വർണവും തമ്മിലൊക്കെ ഉള്ള ഈ റിബവിയാത്തിന്റെ വിൽപ്പനയിലാണ് ഈ പലിശകൾ വരിക. അതൊന്ന് റിബൽ ഫള്, കുറച്ച് കൊടുത്തിട്ട് കൂടുതൽ വാങ്ങുക, അതിനാണ് റിബൽ ഫള് എന്ന് പറയുന്നത്. ഏറ്റക്കുറച്ചിൽ പലിശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വ്യത്യാസ പലിശ, 5 റുപ്യ കൊടുത്തിട്ട് 6 റുപ്യ തിരിച്ചു വാങ്ങിയാൽ അത് പലിശയായി. ഉറുപ്പ്യല്ല. സ്വർണം വെള്ളിനെ കുറിച്ചാണ് വാരിതായിട്ടുള്ളത്. അത് ഫുലൂസുകൾക്ക് ബാധകമല്ല എന്ന് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ 4 സംഘം പാവങ്ങള് ലാ റിബ ഫിൽ ഫുലൂസ് എന്ന് കിതാബിൽ ഒരു ഇബാറത്തുണ്ട്. അത് കണ്ടിട്ടാണ് ആ പാവങ്ങൾ പെട്ടിക്കണത്. കിതാബ് തന്നെ ഇങ്ങനെ പറഞ്ഞ പിന്നെ ഈ സമസ്തക്കാർ ഓരോന്നും പറഞ്ഞുണ്ടാക്കല എന്നാണ് അവരുടെ ധ്വനി. സംസാരത്തിന്റെ ആകെയുള്ള ധ്വനി അതാണ്. കിതാബിൽ ലാ റിബ ഫിൽ ഫുലൂസ് എന്ന് പറയുന്നുണ്ടല്ലോ. എന്നിട്ട് പിന്നെ സമസ്തക്കാരെങ്ങനെ അതിൽ പലിശ ഉണ്ട് എന്ന് പറയാം, ബാങ്കിൽ പൈസ ഇട്ടാൽ എങ്ങനെ അത് പലിശയാകുക എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് എന്ന് നമ്മൾ ചെറുതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, സ്വർണത്തിന് പകരം വിൽക്കുമ്പോൾ, സ്വർണത്തിന് പകരം എന്തിനാ വിൽക്കണമെന്ന് സംശയിക്കണ്ട. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് വളമുണ്ട്, നിങ്ങളുടെ അടുത്ത് ഒരു മാലയുണ്ട്. എൻ്റെ വള തന്നിട്ട് നിങ്ങളെ മാല വാങ്ങണം എന്ന് എനിക്ക് താല്പര്യം ഉണ്ടാകാലോ, സ്വാഭാവികം. അങ്ങനെ അത് പരസ്പരം വിൽക്കുകയാണെങ്കിൽ അവിടെ മുമാസലത്ത് തുല്യമായിരിക്കണം, ഒരേ തൂക്കമായിരിക്കണം. അങ്ങോട്ട് കൊടുക്കുന്ന അത്ര തൂക്കം തന്നെ ഇങ്ങോട്ട് വാങ്ങാൻ പാടും.
എനിക്ക് മാലക്ക് വലിയ താല്പര്യം ഉണ്ടാകുമ്പോൾ ഞാൻ കുറച്ചധികം വള തന്നാലും തൂക്കം അധികം വള തന്നാലും അത് കിട്ടിയാൽ തിരക്കിടില്ല എന്ന് എനിക്ക് കമ്പുണ്ടാകും. കാരണം ആളുടെ ഡിമാൻഡിനാണുള്ള വില മൂല്യം കണക്കാക്കുക. അപ്പൊ എനിക്ക് അതിന് മാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സ്വർണം തന്നിട്ട് വാങ്ങാൻ തയ്യാറാവും. പക്ഷെ അങ്ങനെ വാങ്ങിയാൽ അത് പലിശയാണ്. ഞാൻ പലിശ നിങ്ങൾക്ക് തരികയാണ് ചെയ്യുന്നത്. നിങ്ങൾ ആ കൂടുതൽ വാങ്ങുമ്പോൾ നിങ്ങൾ പലിശ വാങ്ങുകയാണ് ചെയ്യുന്നത്. അതാണ് റിബൽ ഫളല്. അത് ഭക്ഷ്യവസ്തുക്കൾ, ഇപ്പൊ ബിരിയാണി അരിക്കൊക്കെ കിലോ 60 റുപ്യ 70 റുപ്യ വില ഉള്ളതാണ്. സാധാരണ അരിക്ക് ഇപ്പൊ ഇങ്ങനെയൊക്കെ വില കൂടിയിട്ട് 30, 35, 39 ഒക്കെ അതിനായിട്ടുള്ളൂ. അപ്പൊ ഈ സാധാരണ അരി കൊടുത്തിട്ട് ബിരിയാണി അരി വാങ്ങുകയാണെങ്കിൽ 2 കിലോ കൊടുത്തെങ്കിൽ അത് 1 കിലോ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 2.5 കിലോ കൊടുത്തെങ്കിൽ 1 കിലോ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ കൊടുത്താൽ 2.5 കിലോ കൊടുത്തിട്ട് അതിന്റെ 1 കിലോ ഇങ്ങോട്ട് വാങ്ങിയാൽ അത് പലിശയാണ്. അവിടെ മൂല്യത്തിനല്ല വില. ആ വസ്തു അധികം പാടില്ല എന്ന്. കാരണം ഭക്ഷിക്കുക എന്നുള്ളത് മനുഷ്യന്റെ പ്രാഥമികമായ ആവശ്യമായതുകൊണ്ട് ആ രംഗത്ത് ചൂഷണം പാടില്ല എന്നതാണ് അതിലുള്ള ഹിക്മത്ത്. പിന്നെ ബിരിയാണി അരി കഴിക്കുന്നതിന് പകരം വെറും ചോറ് വെച്ചാലും മതിയല്ലോ വിശപ്പടയാൻ. അപ്പൊ വിശപ്പടങ്ങലല്ല ഇതിന്റെ താല്പര്യം, ഇത് തനവുമാണ് അതിന്റെ താല്പര്യം. ആ താല്പര്യത്തിന് ഈ ചൂഷണം അനുവദിക്കപ്പെടൂല എന്നതാണ് അതിലുള്ള ഹിക്മത്ത്. അപ്പൊ അരി കൊടുക്കുമ്പോൾ കൃത്യം അളവിൽ മാത്രമേ വാങ്ങാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം ചെയ്യാം, എന്റെ അരി ഞാൻ വിറ്റ് പൈസക്ക് വിറ്റിട്ട് ആ പൈസ കൊണ്ട് കിട്ടുന്ന അരി മറ്റേത് വാങ്ങാം, അതിൽ പലിശ വരൂല. കാരണം അത് രണ്ടും 2 ഇടപാടാണ്. നേർക്കും നേരെ വിൽക്കുമ്പോഴാണ് അതിൽ പലിശ വരിക. റിബൽ ഫളല് എന്ന് പറയുന്നത് ഇങ്ങനെ ഏറ്റക്കുറച്ചില്ല വരുന്ന പലിശയാണ്. പിന്നെ മറ്റൊന്ന്, അത് അവധി പറയാതിരിക്കുക എന്നത് നിർബന്ധമാണ്. അവധി പറയാൻ പാടില്ല. 5 മിനിറ്റ് പോലും അവധി പറയാൻ പാടില്ല. ഈ റിബവിയാത്ത് തമ്മിൽ വിൽപ്പന നടത്തുമ്പോൾ അവധി പറയാനേ പാടില്ല. 5 മിനിറ്റ് കഴിയുമ്പോൾ സാധനം ഇവിടെ എത്തും, 5 മിനിറ്റ് കഴിഞ്ഞിട്ട് സാധനം തരാം എന്ന് പറഞ്ഞാൽ അതിനാണ് റിബൻ നസീഅ അല്ലെങ്കിൽ റിബൻ നസാൽ എന്നൊക്കെ പറയുന്നത്, അവധി പലിശ. അത് റിബൽ ഫളലിലേക്കുള്ള വഴിയായത് കൊണ്ടാണ് അത് നിരോധിക്കാൻ കാരണം. കാരണം ഇപ്പോഴത്തെ മൂല്യം ആയിക്കൊള്ളണമെന്നില്ല 5 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നുള്ള മൂല്യം. ഡിമാൻഡുകൾ ഇങ്ങനെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മൂല്യത്തിലുള്ള വർധനവ് അതിന്റെ വിലയുള്ള വർധനവൊക്കെ ആയി മാറാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് അത് റിബൽ ഫളലിലേക്കുള്ള വസീലയാണെന്നത് കൊണ്ടാണ് അത് നിരോധിക്കാൻ കാരണം. അപ്പൊ അതും പാടില്ല, അവധി പറയാനേ പാടില്ല. അവധി പറയാൻ പാടില്ലാത്ത വസ്തുക്കൾ വിൽക്കുമ്പോൾ അത് റിബവിയാത്തിൽ മാത്രമേ ഉള്ളൂ. റിബവിയാത്തിൽപ്പെട്ട ഒന്ന് അന്യവസ്തുവായിട്ട് വിൽക്കുമ്പോൾ അവധി പറയണമെന്ന് കുഴപ്പമില്ല. അങ്ങനെ അവധി പറയാൻ പാടില്ലാത്ത വസ്തുക്കളെ വിൽപ്പന നടത്തുമ്പോൾ അവധി വച്ചാൽ അതിനാണ് റിബൻ നസീഅ, അവധി പലിശ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന്, അവധിയൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ ഇടപാട് നടത്തിയാൽ പരസ്പരം അവിടെ വെച്ച് തന്നെ കൈമാറ്റം നടത്തണം എന്ന് നിർബന്ധമാണ്. തമാസുല്, ഹുലൂല്, തഖാബുല്, 3 കാര്യങ്ങളാണ് ഷർത്ത്. ഒന്ന് മുത്തമാസിലായിരിക്കണം, അളവ് തൂക്കത്തിൽ തുല്യമായിരിക്കണം. മറ്റൊന്ന് ഹുലൂൽ, അവധി ഉണ്ടാകാൻ പാടില്ല. മറ്റൊന്ന് തഖാബുൽ ഉണ്ടാവണം, അപ്പോൾ തന്നെ പരസ്പരം കൈമാറണം. എന്റെ സാധനം നിങ്ങൾക്കും നിങ്ങളുടെ സാധനം എനിക്ക്, വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും പരസ്പരം മജ്ലിസിൽ വെച്ചിട്ട് തന്നെ കൈമാറ്റം ചെയ്യണം. അങ്ങനെ കൈമാറ്റം ചെയ്യാതെ ആ സദസ്സിൽ നിന്ന് ഇടപാട് മാത്രം നടത്തി വിട്ടുപിരിഞ്ഞു പോയാൽ അതിനാണ് റിബൽ യദ് എന്ന് പറയുന്നത്, കൈപ്പലിശ. കൈമാറേണ്ടത് കൈമാറാത്തതിനാൽ വരുന്ന പലിശ എന്ന അർത്ഥത്തിനാണ് റിബൽ യദ് എന്ന പേരതിന് വന്നത്, കൈമാറ്റ പലിശ. ഇത് ഈ റിബവിയാത്ത് തമ്മിൽ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോൾ മാത്രം വരുന്ന പലിശയാണ്. പിന്നെ മറ്റൊന്ന് റിബൽ ഖറള്, കടപ്പലിശ. കുല്ലു ഖറളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ. അതിന്റെ ഡെഫിനിഷൻ ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നൽകിയതാണ്. റിബൽ ഖറള്, കടപ്പലിശ എന്ന് പറഞ്ഞാൽ കുല്ലു റിബൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ, കുല്ലു ഖറളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബൻ. ഏത് കടവും, എന്ത് സാധനം കടം കൊടുത്താലും ഈ കടം കൊടുത്ത വ്യക്തിക്ക് കടം വാങ്ങിയവനിൽ നിന്ന് ഒരു ഉപകാരം നിബന്ധന വെച്ചുകൊണ്ട് കടം കൊടുത്താൽ അതാണ് കടപ്പലിശ. 5000 റുപ്യ കടം ചോദിച്ചിട്ട് ഒരാൾ വന്നു, 5000 റുപ്യ തരാം, പക്ഷെ എന്നും 4 മണിക്കൊരു ചായ, അത് 5000 റുപ്യ തിരിച്ചു തരുന്നത് വരെ 4 മണിക്കൊരു ചായ തരണം. ആ നിബന്ധനയോടുകൂടി 5000 റുപ്യ കടം തന്നാൽ അത് പലിശയാണ്. അതാണ് റിബൽ ഖറള്. എന്ത് ഉപകാരമായാലും വേണ്ടില്ല, അല്ലെങ്കിൽ 5000 റുപ്യ തരാം, പക്ഷെ അടുത്ത മാസം തിരിച്ചു തരുമ്പോൾ 5500 തരണം എന്ന് പറഞ്ഞാൽ അതാണ് കടപ്പലിശ. അത് എല്ലാ വസ്തുക്കളിലും വരും.
അതിന് റിബവിയാത്ത് എന്നുള്ള കണക്കൊന്നുമില്ല. ലോകത്തുള്ള ഏത് വസ്തു കടം കൊടുത്താലും, സ്വർണ്ണാണെങ്കിലും വെള്ളിയാണെങ്കിലും ഭക്ഷണ വസ്തു ആണെങ്കിലും വസ്ത്രങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ നമുക്ക് വേലി കെട്ടാനുള്ള ഇല്ലിക്കോല് എന്ന് പറഞ്ഞ ഞങ്ങളെ നാട്ടില് മുളന്റെ ഇതിട്ട് പണ്ട് കാലത്ത് വേലി കെട്ടിയിരുന്നു. ആ ഇല്ലിക്കോലാണെന്ന് വിചാരിക്കുക. അത് കടം കൊടുത്തു, ഒരു കെട്ട് കൊടുത്തിട്ട് അത് നിങ്ങൾ അടുത്ത കൊല്ലം തന്നാൽ മതി 2 കെട്ട് തരണം എന്ന് പറഞ്ഞു കൊടുത്താൽ അത് പലിശയാണ്. വാസ്തവത്തിൽ ഖറള് എന്ന് പറഞ്ഞാൽ എന്താണ്? തംലീഖു ശൈഇൻ അലാ അൻ യറുദ്ദ മിസ്ലഹു, മിസില് മടക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വസ്തു മറ്റൊരാൾക്ക് മിൽക്കാക്കി ഉടമയാക്കി കൊടുക്കുന്നതിനാണ് കടം കൊടുക്കുക എന്ന് പറയാം. 5000 റുപ്യ അങ്ങക്ക് തരാണ്, 5000 റുപ്യ നിങ്ങൾക്ക് മിൽക്കാക്കി തരാണ്. പക്ഷെ എന്താ നിബന്ധന? അതിന് മിസിൽ എനിക്ക് തിരിച്ചു തരണം. അതേ വസ്തു തന്നെ തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ കടാവൂല. അതേ വസ്തു തിരിച്ചു തരാൻ പിന്നെ ഓനിത് കാണാനല്ലോ. അതല്ല തിരിച്ചു തരിക, അതിന്റെ മിസിലാണ് തിരിച്ചു തരിക. അതിനാണ് കടം എന്ന് പറയുന്നത്. ബാങ്കിൽ പലിശ നിക്ഷേപം എന്നതിന് പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും നിക്ഷേപമല്ല. കിതാബിൽ പറയുന്ന വദിയത്തല്ല അത്. വദിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധനം കൊടുത്തിട്ട് ഇതെനിക്ക് സൂക്ഷിക്കാൻ കഴിയാത്തത് കൊണ്ട് അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കാൻ തരുന്നതിനാണ് വദിയത്ത് എന്ന് പറയാം. ഇത് വദിയത്തായിട്ട് നിങ്ങളെടുത്ത് തന്നാൽ ഞാൻ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് അത് എനിക്ക് തിരിച്ചു തരണം. ഇതേ സാധനം ഇതിന്റെ മിസിൽ തിരിച്ചു തന്നാൽ പോരാ. ഞാൻ ഇത് നിങ്ങൾക്ക് തന്ന് ഇപ്പൊ നിങ്ങൾ എടുത്തോളി, എനിക്കിതുപോലത്തെ ഒരു ഫോൺ നിങ്ങൾ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അത് കടം ആണ്, അത് കടം തരികയാണ്. ഈ സാധനം തന്നെ തിരിച്ചു തരണം എന്ന് പറയുന്നതിനാണ് വദിയത്ത്. നമ്മൾ ബാങ്കിൽ പൈസ കൊണ്ടിട്ടാൽ ആ ഒരു കവറിലാക്കിയിട്ട് നമ്മളെ പേരൊക്കെ എഴുതിയിട്ട് ഹംസ മുസ്ലിയാർ ഹൈത്തമ്മി എന്ന് പറഞ്ഞ കവറിന്റെ മുകളിൽ പേരെഴുതിയിട്ട് ഞാൻ കൊടുത്ത 5000 റുപ്യ ബാങ്കിൽ ഇങ്ങനെ ഷെൽഫിൽ വെക്കുക. എന്നിട്ട് പിന്നെ ഞാൻ അടുത്ത കൊല്ലം 2ാം കൊല്ലം ഒക്കെ ചെല്ലുമ്പോൾ ആ പൈസ ഇങ്ങോട്ട് എടുത്തു തരിക. അങ്ങനെയല്ലല്ലോ ബാങ്കിൽ ചെയ്യണത്. നമ്മൾ കൊണ്ടേ കൊടുത്താൽ കൗണ്ടറിൽ അത് എണ്ണിടും. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ മിസിലാണ് നമുക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ ബാങ്കിൽ നിക്ഷേപം എന്ന് പേരേ ഉള്ളൂ. ശറഅന്റെ ഭാഷയിൽ അത് കടം കൊടുക്കലാണ് എന്ന് മാത്രമല്ല, ബാങ്കിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് എൻസൈക്ലോപീഡിയ പോലെയുള്ള അതിനെക്കുറിച്ച് അതിന്റെ നിർവചനം പറയുന്നിടത്തൊക്കെ വ്യക്തികളിൽ നിന്ന് കടം വാങ്ങുകയും കടം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനം എന്നാണ് അതിന്. നിക്ഷേപം എന്ന പേരിൽ കടം വാങ്ങുകയും കടം കൊടുക്കുകയും ചെയ്യുന്ന സ്ഥാപനം എന്നാണ് അതിന്റെ നിർവചനം തന്നെ പറയുന്നത്. അപ്പൊ നിക്ഷേപം എന്ന് പേരേ ഉള്ളൂ, അത് നിക്ഷേപമല്ല, അത് കടം കൊടുക്കലാണ്. ബാങ്കിന് നമ്മൾ കടം കൊടുക്കണം. നമ്മൾ ബാങ്കിൽ കൊണ്ട് 5000 റുപ്യ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കിന് കടം കൊടുക്കുകയാണ്. പക്ഷേ ആ കടത്തിന്റെ പ്രത്യേകത ഉണ്ട്. സാധാരണ കടം കൊടുക്കലല്ല, മൂപ്പര് മലീ ആണ്, നല്ല കഴിവുള്ള ആളെ, എപ്പോ വേണമെങ്കിലും തിരിച്ചു തരാൻ കഴിവുള്ള, അത് സമ്മതിക്കുന്ന, എപ്പോ വേണമെങ്കിലും നമ്മൾ ചോദിച്ചാൽ തരാൻ സന്നദ്ധനായിട്ടുള്ള, ശുയിപ്പാക്കാത്ത കടക്കാരനാണ്. സാധാരണ ഒരാൾക്ക് കടം കൊടുത്താൽ ചിലപ്പോൾ എനിക്കൊക്കെ കടം തന്നാൽ ചിലപ്പോൾ തിരിച്ചിട്ടില്ലാന്ന് വരും. ഇപ്പൊ അല്ല, കാരണം കടം വാങ്ങിയപ്പോഴത്തെ അവസ്ഥയിലേറെ കുറച്ച് മോശക്കാരൻ പിന്നത്തെ അവസ്ഥ പിന്നെ എങ്ങനെ തിരിച്ചു കൊടുക്കുക? കടം വാങ്ങിയാലൊരു സൗകര്യം ഉണ്ട്. അള്ളാഹു എന്ന് പറയുന്നത് ഫനളിറത്തുന്നിലാ മൈസറ എന്നാ. ഇൻകാന സൂ ഉസ്റത്തിൻ ഫനളിറത്തുന്നിലാ മൈസറ. പ്രയാസം ഉണ്ടെങ്കിൽ കഴിവുണ്ടാകുന്നവരെ കാത്തുനോണമെന്നാണ് കടം കൊടുത്തവനോടുള്ള കൽപ്പന. ലാഹിറായ ഒരു മാർഗം കാണാതെ കടം വാങ്ങരുത് എന്ന് കടം വാങ്ങണവനോടും കൽപ്പന ഉണ്ട് കേട്ടോ. അതും സൂക്ഷിക്കണം. ഇഷ്ടംപോലെ കടം വാങ്ങാൻ പാടില്ല. ലാഹിറായ ഒരു മാർഗം, ഇത് വീട്ടാനൊരു മാർഗം കാണാതെ കടം വാങ്ങിയാൽ മുൽത്തറല്ലാത്ത ഒരാള്, വാങ്ങിയിട്ടില്ലെങ്കിൽ അവൻ അപകടത്തിൽപ്പെട്ടു പോകുമെന്ന അവസ്ഥയിൽ അല്ലാത്ത ഒരാള് കടം വീട്ടാൻ ലാഹിറായ ഒരു മാർഗം, വ്യക്തമായ ഒരു മാർഗം കാണാതെ കടം വാങ്ങാൻ പാടില്ല എന്ന്. പക്ഷെ കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മറ്റവനായി തിരിച്ചു ചോദിക്കാൻ അവധി പറയലൊന്നും കടത്തിലില്ല. ഇത്ര അവധി പറഞ്ഞാൽ അതിനോട്ട് വിലയില്ല. കാരണം കടത്തിന്റെ നിർവചനത്തിൽ തന്നെ പറയണത് അത് ഹാലാണ്, എപ്പോഴും തിരിച്ചു ചോദിക്കുക. ആൾക്ക് എപ്പോഴും തിരിച്ചു ചോദിക്കുക. ഇനിയിപ്പോ അടുത്ത കൊല്ലം തന്നാ മതി എന്ന് പറഞ്ഞിട്ട് കടം കൊടുത്താലും വേണമെങ്കിൽ അടുത്ത മാസം തന്നെ തിരിച്ചു ചോദിക്കാം, അതിന് അവകാശമുണ്ട്. അവധിക്ക് അതിൽ പ്രസക്തി ഇല്ല. അവധി അതിന്റെ വധയിൽ പെട്ടതേ അല്ല. അടുത്ത കൊല്ലം തന്നാ മതി എന്ന് കൊടുത്താലും അടുത്ത ആഴ്ച തന്നെ നമുക്ക് തിരിച്ചു ചോദിക്കാം. പക്ഷേ അവന് കഴിവുണ്ടായിരിക്കണം. കഴിവില്ലെങ്കിൽ അവന് കഴിവുണ്ടാകുന്നത് വരെ സാവകാശം കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ദാനം കൊടുക്കുന്നതിനേക്കാൾ 18 ഇരട്ടി പ്രതിഫലം കടം കൊടുത്താൽ കിട്ടും എന്ന് ഹദീസിൽ വരാൻ കാരണം. ബഹുമാനപ്പെട്ട റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ ചെന്നപ്പോൾ അർശിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അത്രേ,
കടം കൊടുത്താൽ, ദാനം ചെയ്താലുള്ള കൂലിയുടെ 18 ഇരട്ടി കൂലി കടം കൊടുത്താൽ, അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംശയം ചോദിച്ചു എന്നാണ് പറയണത്. എന്താണ് ദാനം ചെയ്തതിനേക്കാൾ പ്രതിഫലം 18 ഇരട്ടി പ്രതിഫലം കടം കൊടുത്താൽ കിട്ടും എന്ന് പറയാൻ കാരണം? അപ്പൊ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു, ദാനം എന്ന് പറഞ്ഞാൽ അത് ആവശ്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ സ്വീകരിക്കും. മിർഷാദൊക്കെ ചിലപ്പോൾ നല്ല മുതലാളിക്കാരം, ഇഷ്ടംപോലെ പരിപാടി ഉണ്ടാവും, നല്ല മുതലാളിക്കാരൻ. എന്നാലും കൈമടക്കണ കൂട്ടത്തിൽ കൊടുത്താൽ അത് വേണ്ടെന്നൊന്നും പറയില്ല, അത് വാങ്ങിക്കും. ഞാനും അങ്ങനെ തന്നെ, ആരായാലും അങ്ങനെ തന്നെ. മുതലാളിമാരൊക്കെ അത് ബർക്കത്തിന് എന്നേലും പറഞ്ഞിട്ട്, ഞാനൊക്കെ കൊടുക്കാൻ മൗലൂദനൊക്കെ പോയിട്ട് അത് ബർക്കത്തിന് എന്നേലും പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ തന്നെയാണ് എല്ലാവരും നോക്കുക. അപ്പൊ ആവശ്യക്കാരും ആവശ്യമില്ലാത്തവരും വാങ്ങും ദാനം. കടം അങ്ങനെയല്ല, അത് കുടുങ്ങിയോല് വാങ്ങണതാണ്. കുടുങ്ങിയ ആൾക്കാരാണ് കടം വാങ്ങുക. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസ അവന്റെ അത്യാവശ്യത്തിന് തന്നെയാണ് എന്ന് ഉറപ്പുള്ളതാണ് കടം. അതുകൊണ്ടാണ് അതിന് ദാനം കൊടുക്കുന്നതിനേക്കാൾ 18 ഇരട്ടി പ്രതിഫലം എന്ന് എഴുതി വെക്കാൻ കാരണം. അവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാൾക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ 18നേക്കാൾ പ്രതിഫലമാണ് എന്ന കാര്യത്തിലൊരു തർക്കമല്ല. അത് വലിയ സദക്കയാണ്. കടം കൊടുത്ത ആൾക്ക് നിങ്ങളത് തിരിച്ചു തരണ്ട എന്ന് പറയുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ സദക്ക. അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ഉള്ള ഈ കടം കൊടുക്കൽ ഒരു ചൂഷണമാക്കി മാറ്റാൻ പാടില്ല എന്നതുകൊണ്ടാണ് കടപ്പലിശ കർശനമായി നിരോധിക്കാൻ കാരണം. അത് ഏത് സാധനം കടം കൊടുത്താലും അത് കുടുങ്ങിയോലാണല്ലോ വാങ്ങുക. അതുകൊണ്ട് അവനെ ചൂഷണം ചെയ്യാൻ പാടില്ല. ഇന്ന് ഈ പലിശ വ്യവസ്ഥ കാരണമാണ് ലോകത്ത് പാവങ്ങൾ പാവങ്ങളായിക്കൊണ്ടേ തുടരുകയും ധനികർ തടിച്ചു കൊഴുത്ത് വീണ്ടും വീണ്ടും വലിയ മുതലാളിമാരായി വലിയ കുബേരന്മാരായി മാറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ പലിശ അനുവദിച്ചത് കൊണ്ടാണ്. ഈ പലിശ നിരോധിക്കുകയാണെങ്കിൽ ഈ പാവങ്ങളെ കരകയറ്റാനും മുതലാളിമാരുടെ ഈ കുത്തക അവസാനിപ്പിക്കാനും സാധിക്കും എന്നത് ഒരു യാഥാർത്ഥ്യം. അതാണ് ഇപ്പൊ ലോകം ഇസ്ലാമിക് ബാങ്കിങ്ങിലേക്ക് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു മാറ്റം വരണം എന്നാഗ്രഹിക്കുന്ന തലയുള്ള എല്ലാ വിഭാഗത്തിലുണ്ടാകുമല്ലോ, കുറച്ചൊക്കെ നീതിബോധം അവശേഷിക്കുന്ന ആൾക്കാർ ഏത് വിഭാഗത്തിലുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു പിടി ആളുകളാണ് ഇന്ന് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകത്തെ കരകയറ്റാൻ പര്യാപ്തമായ വ്യവസ്ഥയാണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ ബാങ്കിന് നമ്മൾ നിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ബാങ്കിന് കടം കൊടുക്കുകയാണെന്നും, അതിന് കടം കൊടുക്കുമ്പോ തന്നെ ബാങ്കിന് നമ്മൾ ഒരു അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ ബാങ്കിൽ നിന്ന് ചോദിക്കും നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് വേണ്ടത്. അതിന്റെ പച്ചമലയാളം പറഞ്ഞ നിങ്ങൾക്ക് പലിശ വേണോ വേണ്ടേന്നാണ് ചോദിക്കുന്നത്. പലിശ വേണോ വേണ്ടേന്ന് ചോദിച്ചിട്ടാണ് ഒരു അക്കൗണ്ട് തുടങ്ങുള്ളൂ. പലിശ വേണം എന്ന് പറഞ്ഞുകൊണ്ടും നിക്ഷേപിക്കാം, പലിശ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും നിക്ഷേപിക്കാം. പലിശ വേണം എന്ന് പറഞ്ഞ് നിക്ഷേപിച്ചാൽ അള്ളാഹു പൊരുത്തപ്പെടാത്തതും ഹറാമും ആണത്. പലിശ വേണം എന്ന് പറഞ്ഞ് നിക്ഷേപിക്കുകയാണെങ്കിൽ. പലിശ വേണ്ട എന്ന് പറഞ്ഞ് നിക്ഷേപിക്കുകയാണെങ്കിൽ അതിന് കുറ്റമൊന്നുമില്ല. കാരണം അവനവന്റെ കയ്യിൽ വ്യക്തികൾക്ക് സൂക്ഷിക്കാവുന്ന സമ്പത്തിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. അതിലേറെ ഒരു വ്യക്തിയുടെ കയ്യിൽ പണം കണ്ടാൽ അത് പിടിച്ചെടുക്കാനും കണ്ടുകെട്ടാനുമുള്ള അധികാരം ഇന്ന് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ അനുസരിച്ച് ഗവൺമെന്റിനുണ്ട്. അതിന്റെ ഉദ്യോഗസ്ഥരായി ചെയ്യും. നമ്മുടെ അടുത്ത് പരിധിയിൽ കവിഞ്ഞ പണം 20,000 എന്നതുവരെ ഇപ്പൊ കുറച്ച് കൂട്ടിക്കണമെന്ന് സംശയമാണ്, 30,000 ആക്കിക്കണമെന്ന് സംശയമാണ്. അതിലേറെ പണം നമ്മുടെ കൈവശം കണ്ടാൽ അത് പിടിച്ചെടുക്കാൻ അവകാശമുണ്ട് ഗവൺമെന്റിന്. പിന്നെ ഒരു നമ്മൾ തെളിവൊക്കെ കൊണ്ടുപോയിട്ട് ഇന്ന ആവശ്യത്തിന് ഞങ്ങൾ ഇന്നത് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തതാണ് എന്ന് നമ്മൾ അതിന്റെ സ്രോതസ്സൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്താൽ ചിലപ്പോൾ വിട്ടുകിട്ടും. അതിനൊക്കെ നൂലാമാലകളുണ്ട്. ഏതായാലും അപ്പൊ ബാങ്കിൽ നിക്ഷേപിക്കാൻ നിർബന്ധിതരാണ്. ഒരു പരിധിയിലപ്പുറമുള്ള പണം ബാങ്കിൽ നിക്ഷേപിക്കണം എന്ന് നിയമമാണ്. അപ്പൊ ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കിൽ നിക്ഷേപിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. മാത്രമല്ല ഇപ്പോ എല്ലാ വ്യക്തികൾക്കും അക്കൗണ്ട് ഉണ്ടായിരിക്കണമെന്ന് നിയമമാണ്. സ്കൂൾ പഠിക്കുന്ന ചെറിയ കുട്ടികളടക്കമുള്ള LP സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളടക്കം ഓരോരുത്തർക്കും അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കണമെന്ന് നിയമമാണ്. അപ്പൊ അക്കൗണ്ട് തുടങ്ങണം. അത് തുടങ്ങുമ്പോ പലിശ വേണം എന്നാണോ നമ്മൾ എഴുതി കൊടുക്കുന്നത്? എന്നിട്ട് പിന്നെ പലിശ വേണം എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് പലിശ തരുമ്പോൾ ഞാൻ പലിശ ചോദിച്ചിട്ടൊന്നുമില്ല, അതുപോലെ ചോദിക്കാതെ തന്നതാണ്. കടം കൊടുത്താൽ ചോദിക്കാതെ കുറച്ച് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ ആ കൊടുക്കുന്ന ആൾക്കത് സുന്നത്താണ്. വാങ്ങുന്ന ആൾക്കും ആ ആൾക്ക് സുന്നത്ത് കിട്ടാൻ സഹായകമായതുകൊണ്ട് കൊടുക്കുന്ന ആൾക്കാർ സുന്നത്ത് കിട്ടണമെങ്കിൽ നമ്മളിത് വാങ്ങിയെങ്കിലല്ലേ കിട്ടുള്ളൂ. നമ്മൾ വാങ്ങിയില്ലെങ്കിൽ മൂപ്പർക്ക് കൊടുക്കാൻ കഴിയില്ലോ. അപ്പൊ വാങ്ങല്
വാങ്ങിയാൽ ആ സുന്നത്തിന് സഹായിക്കലായതുകൊണ്ട് അതും സുന്നത്താണ്. കാരണം തആവനു അലൽ ബിർരി വത്തഖ്വ എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത് വാങ്ങുന്നത് ഒരു ഇബാദത്താണ് എന്ന് ചില ആളുകൾ വെറുതെ പ്രചരിപ്പിക്കുകയാണ്. പണം നിക്ഷേപിക്കുമ്പോഴല്ല, നമ്മളതിന് മുമ്പ് തന്നെ അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബലിഷ്ഠമായ ഒരു കരാർ ബാങ്കുമായിട്ട് ഏർപ്പെടുന്നുണ്ട്. ഏത് അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കുന്നത്? അത് പലിശ വേണം എന്ന് ഉള്ള അക്കൗണ്ടിലാണെങ്കിൽ പലിശ തരാതിരിക്കാൻ അവർക്ക് സാധ്യമല്ല, വാങ്ങാതിരിക്കാൻ നമുക്കും സാധ്യമല്ല. വാങ്ങാതിരിക്കുമ്പോൾ ചിലർ പറഞ്ഞ് നമ്മൾ ഒപ്പിട്ട് വാങ്ങാതിരുന്നാൽ മതി എന്നാ. ഒപ്പിട്ട് വാങ്ങിയിട്ടില്ലെങ്കിലും നമ്മളെ ബാഗിൽ, ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ ബാഗിന് തുല്യമാണത്. നമ്മുടെ ബാഗിൽ ആ പലിശ ഇങ്ങനെ കൂടി വരികയാണ്. അത് നമ്മുടെ ബാഗിലുള്ളത് പോലെയാണ്. അത് ബാഗിലുണ്ടായാലും ഇപ്പം എന്താ ഇന്ന് കൈയിട്ട് എടുക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിക്കണ മാതിരിയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കീശയിലുണ്ടായാലും എന്താ നമ്മളെ കൈ കൊണ്ട് എടുക്കാതിരുന്നാൽ പോരെ എന്ന് പറയണ മാതിരിയുള്ളൂ. അപ്പോൾ ഒപ്പിട്ട് കൊടുക്കാതിരുന്നുകൊണ്ട് അതിന് രക്ഷപ്പെടൂല. അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ പലിശ വേണ്ടാത്ത, പലിശ സ്വീകരിക്കാത്ത അക്കൗണ്ടിലാണ് പണം നിക്ഷേപിക്കേണ്ടത്. ഇനി അറിവില്ലായ്മ കൊണ്ടോ മറ്റോ, അതാണ് ഇപ്പൊ നമ്മളെ പ്രധാന വിഷയം. അറിവില്ലായ്മ കൊണ്ടോ മറ്റോ അങ്ങനെ ഒരു അക്കൗണ്ട് നമ്മൾ തുടങ്ങി വിചാരിക്കുക, പലിശ അക്കൗണ്ട് തുടങ്ങി, അതിൽ പലിശ പണം വന്ന് കിടക്കുന്നുണ്ട്. ഇനി എന്താണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം? അതിന് ഫതഹുൽ മുഈനില് റദ്ദു ഷഹാദാത്തിന്റെ കിതാബ് ഷഹാദാത്തില് ഒരു ഇബാറത്തുണ്ട്. ഇദാ തഅസ്സറ റദ്ദുൽ വലാമത്തി അലൽ മാലിക്കി ഔ വാരിസിഹി, ഒരാളിൽ നിന്ന് അനധികൃതമായ നിലക്ക് നാം പണം ഈടാക്കി അത് അയാൾക്കോ അയാളുടെ അനന്തരാവകാശിക്കോ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വരികയും ഇവന് പശ്ചാത്തപിക്കണം എന്ന് തോന്നുകയും ചെയ്താൽ സല്ലമഹ ലിഖാലിൻ. ഇത് പലിശനെ കുറിച്ച് പറഞ്ഞതല്ല കേട്ടോ. ഒരാളെ ആക്രമിച്ച് അപഹരിച്ചിട്ടോ മറ്റൊരാളെന്ന് പണം നമ്മൾ ഈടാക്കി, അങ്ങനെ ഈടാക്കിയാൽ നമുക്ക് പിന്നെ തൗബ ചെയ്ത്, ഈ ആരോഗ്യമൊക്കെ ഉള്ള കാലത്തല്ലേ ഈ അപഹരണമൊക്കെ നടക്കുള്ളൂ. അതൊക്കെ ഇങ്ങനെ കഴിഞ്ഞൊരു അറ്റാക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇവന് തോന്നും വേണ്ടിയിരുന്നില്ല, തൗബ ചെയ്യായിരുന്നു എന്ന് തോന്നും. തൗബ ചെയ്യായിരുന്നു എന്ന് തോന്നി അയാൾക്കത് കൊടുക്കാൻ നോക്കുമ്പോൾ അയാൾ മരിച്ചു പോയിട്ടുണ്ട്. അയാൾക്കാണെങ്കിൽ അയാൾ ദീന് കൂടിയ ആളായിരുന്നു, അന്തർവാസികൾ ആരും ഒട്ടില്ലേന്ന്. അന്തർവാസികൾക്ക് കൊടുക്കാനും നിവൃത്തില്ല, അയാൾ മരണപ്പെട്ടു പോയി. എന്നാൽ ഇനി എങ്ങനെ തൗബ ചെയ്യുക? ഇത് തിരിച്ചു കൊടുക്കാതെ എങ്ങനെ തൗബ സ്വീകരിക്കുക? അതിനുള്ള വഴിയായിട്ട് പറയുന്നത് സല്ലമഹാലി ഖാലിൻ സിഖത്തിൻ, ഒരു ഏപ്പിക്കാരനല്ലാത്ത ഒരു കാളിക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു സിഖത്തായ കാളിക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാം. വിശ്വസിക്കാൻ പറ്റിയ ഒരു കാളിക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കാം. ഫഇൻ തഅസ്സറ സർഫുഹാ, ഫഇൻ തഅസ്സറ, ഇനി അത് അസാധ്യമായാൽ അങ്ങനത്തെ ഒരു കാളിനെ കിട്ടാല്ല, ആ സൈസേ ഉള്ളൂ. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അതേ സൈസുകള്. ആ സൈസ് കാളി ഉള്ളൂങ്കിൽ എന്താ ചെയ്യാ? അപ്പൊ സർഫഹ ഫീമാ ശാഅ മിനൽ മസാലിഹി, മസാലിഹ് പൊതു കാര്യങ്ങളിൽ അവൻ ഉദ്ദേശിക്കുന്ന വിഷയത്തിന് അത് ചെലവഴിക്കാവുന്നതാണ്. എന്തെങ്കിലും ഖബരിഹി, ഈ മാലിക്കിനെ കുറിച്ചൊരു വിവരം കിട്ടാനില്ലെങ്കിൽ ബിനിയ്യത്തിൽ ഉറമിലഹു ഇദാ വജദഹു, അഥവാ അവനെ കിട്ടുകയാണെങ്കിൽ അവനത് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന നിയ്യത്ത് പ്രകാരം അത് പൊതു മസ്ലഹത്തുകൾക്ക് വേണ്ടി, പൊതു ഉപകാരങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാം. ഫഇൻ അയസ്സറ, അത് കൊടുക്കണമെങ്കിൽ സാധനം വേണം. ആവും കാലത്ത് അപഹരണവും പിടിച്ചുപരുക്കായിട്ട് അങ്ങനെ നടന്നു. ഇപ്പൊ മൂപ്പർക്ക് വയ്യാതായപ്പോ തൗബ ചെയ്യണമെന്ന് തോന്നി, തിരിച്ചു കൊടുക്കാൻ 5 കാശോട്ടില്ലെന്ന്, അയാതി പണത്തിൽ ഒരു ബർക്കത്തും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുറെ പൈസ ഉണ്ടാക്കിയെങ്കിലും അതൊക്കെ ഡയാലിസിസ് ചെയ്യാനും മറ്റുമൊക്കെ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യാനൊക്കെ ഇങ്ങനെ ആശുപത്രി കൊണ്ടേ കൊടുത്തൊക്കെ കഴിഞ്ഞു. ഇപ്പൊ അവന് തൗബ ചെയ്യണമെന്ന് മാത്രമേ തോന്നുള്ളൂ, കൊടുക്കാൻ 5 പൈസ അവൻ്റെ അടുത്തില്ല. ഇന്നെന്താ ചെയ്യാ? തിരിച്ചു കൊടുക്കാതെ മനുഷ്യന്മാരോടുള്ള ഹക്കുകളൊക്കെ വീട്ടിയെങ്കിലല്ലേ തൗബ സ്വീകരിക്കുള്ളൂ. ഇനി എന്താണ് വഴി? ഇനി അതിനുള്ള വഴി അസമ അലൽ അദായി, കഴിവുണ്ടെങ്കിൽ കൊടുക്കും എന്ന് തീരുമാനമെടുക്കുക. എനിക്ക് കഴിഞ്ഞാൽ, കഴിഞ്ഞൂടായി ഒന്നുമില്ലല്ലോ, എനിക്ക് കഴിയാണെങ്കിൽ ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് ഉറപ്പിക്കുക, എന്ന് അസ്മ ചെയ്യുക. ഇതാ ഇസ്ര, കഴിവുണ്ടായാൽ ഞാനത് തിരിച്ചു കൊടുത്തോളാം എന്ന് ഉറപ്പിക്കുക. എന്നിട്ടാണ് തൗബ ചെയ്യുക.
ഫഇൻ മാത ഖബലഹു, അങ്ങനെ കഴിവുണ്ടാകുന്നതിന് മുമ്പ് ടിയാൻ മരിച്ചുപോയാൽ, ഈ പിടിച്ചുപറിക്കാരൻ, ഈ അക്രമി മരണപ്പെട്ടു പോയാൽ, ഇൻഖതഅ ത്വലബു അൻഹു ഫിൽ ആഖിറ, ആഖിറത്തിൽ അയാളെ ചോദ്യം ചെയ്യുകയില്ല. കാരണം അവൻ തൗബ ചെയ്തു, കഴിവുണ്ടായാൽ കൊടുക്കണമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹു അവനെ ചോദ്യം ചെയ്യാതെ അവന് അഫ്വ് ചെയ്തു കൊടുക്കുന്നതാണ്. ഇല്ലം യസ് ബിൽതിസാമിഹി, അത് ഏറ്റെടുക്കൽ കൊണ്ട് അവൻ മാസിയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ, ഇത് ഏറ്റെടുക്കൽ കൊണ്ട് മാസിയത്ത് തന്നെ തൽക്കാലം കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കൊടുക്കാതിപ്പോ ഇതിപ്പോ ഉള്ളതാണ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച ഡയാലിസിന് പോകുക എങ്ങനെ എന്നാലോചിച്ച് കൊടുക്കാതിരുന്നതാണെങ്കിൽ പിന്നെ തൗബയായിട്ടില്ല. തൗബ തോന്നിയാൽ ഉടൻ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കുക വേണം. അത് കഴിവുണ്ടായാൽ കൊടുത്തോളാം എന്ന് വിചാരിച്ച് പിന്തിപ്പിച്ചാൽ അത് അവൻ്റെ അടുത്ത് മാസിയത്താണ്. അങ്ങനെ അല്ലെങ്കിൽ ഓൻ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഫൽ മർജുഉ മിൻ ഫളില്ലാഹിൽ വാസിഇ തഅവീലുൽ മുസ്തഹിഖ്. അപ്പോൾ അള്ളാഹുവിന്റെ വിശാലമായ ഔദാര്യത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് ആ അവകാശിക്ക് അള്ളാഹു അതിന് പകരം നൽകും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ബൻ കൊടുക്കേണ്ടതിന് പകരം അള്ളാഹു ആഖിറത്തിൽ നിന്ന് അവനെ തൃപ്തിപ്പെടുത്തിക്കോളും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത് എന്നാണ് ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുള്ളത്. അത് ഇവിടേക്കും ബാധകമാണോ അല്ലേ എന്ന് നമുക്ക് നോക്കാം. ഇതേ ഇബാറത്ത് തന്നെ തുഹഫയിലും ഈ കാര്യം പറയുന്നുണ്ട്. 10-ാം ജുസിൽ 297-ാം പേജിൽ ഇങ്ങനെ കാണാം. ഇതേ വിഷയം തന്നെയാണ് പറയുന്നത്. അവന് മാലിക്കിനോ ഉടമക്കോ ആ ഉടമയുടെ അന്തർവാസിക്കോ കൊടുക്കൽ അസാധ്യമായി വന്നാൽ അത് വിശ്വസ്തനായ ഒരു കാദിനെ ഏൽപ്പിക്കണം. ഫൈൻ തഅസറ, അത് അസാധ്യമായി തീർന്നാൽ സറഫഹു ഫീമാ ശാഅ മിനൽ മസാലിഹി ഇൻദൻഖിതാഇ ഖബരിഹി ബിനിയത്തിൽ ഖർമി ലഹു ഇദാ വജദഹു ഫഇൻ അയസറ അസ്മ അലൽ അദാഇ ഇദാ ഇസറ. ഫത്ഹുൽ മുഈനിന്റെ അതേ ഇബാറത്ത് തന്നെ. ഫഇൻ മാത ഖബലഹു ഇൻഖതഅ അൻഹു തലബു ഫിൽ ആഖിറതി ഇല്ലം യസ്ബിൽ ഇൽതിസാമിഹി വയുർജാ മിൻ ഫളില്ലാഹി തആല തഅവീദുൽ മുസ്തഹിഖ് എന്ന് തുഹഫയിലും കാണാം. അപ്പോ അന്യരുടെ സമ്പത്ത് അവിഹിത മാർഗത്തിലൂടെ നമ്മുടെ കയ്യിൽപ്പെട്ട് ഒരാൾക്ക് പശ്ചാത്തപിക്കണമെന്ന് തോന്നിയാൽ അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞത്. ഇനി ശറഹുൽ മുഹദ്ദബിന്റെ ഒരു ഇബാറത്ത്, അതാണ് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി ഫിറ്റായിട്ട് തോന്നാം. ഫർഉൻ ഖാലൽ ഗസ്സാലിയോ, ശറഹുൽ മുഹദ്ദബ് ഇമാം നവവി അവർ ഉദ്ധരിക്കുകയാണ്. ഗസ്സാലി ഇമാമിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. അപ്പോ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഇബാറത്താണ്. ഇദാ കാന മഅഹു മാലുൻ ഹറാം, അങ്ങനെ മൊത്തത്തിലാ പറയണത്. ഒരു ഹറാമായ മുതല് ഇതും പെടുവല്ലോ. നമ്മളെ ബാഗായിട്ടുള്ള ബാങ്കിൽ ഹറാമായ മുതൽ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ, ഇദാ കാന മഅഹു മാലുൻ ഹറാമൻ വഅറാദ തൗബത, പശ്ചാത്തപിക്കണം എന്ന് തോന്നിയാൽ ഉടൻ അക്കൗണ്ട് മാറ്റണം കേട്ടോ. പശ്ചാത്തപിക്കണം എന്ന് തോന്നിയാൽ ഉടൻ അക്കൗണ്ട് ആദ്യം മാറ്റണം. അത് കറണ്ട് അക്കൗണ്ട്, സേവിങ് അക്കൗണ്ടിൽ നിന്ന് കറണ്ട് അക്കൗണ്ടാക്കി മാറ്റുക, പലിശയില്ലാത്ത അക്കൗണ്ടാക്കി മാറ്റുക. ആദ്യം അത് ചെയ്യണം. എന്നിട്ട് ഇത്തരം ഹറാമിൽ നിന്ന് കൊഴിഞ്ഞു നിൽക്കണം എന്നുദ്ദേശിച്ചാൽ അതിന് നിശ്ചിത ഉടമയുണ്ടെങ്കിൽ വജബ സർഫുഹു ഇലൈഹി, അത് അയാൾക്ക് തന്നെ കൊടുക്കേണ്ടതാണ്. ഔല വക്കീലിഹി, അല്ലെങ്കിൽ അവന്റെ വക്കീലിനെ ഏൽപ്പിക്കണം. അതാണ് അതിനുള്ള വഴി. ഫൈൻകാന മയ്യിത്തൻ, ഇനി അതിന്റെ ഉടമ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ വജബ ദഫ്ഉഹു ഇലാ വാരിസിഹി, അത് അവന്റെ അനന്തരവാസിക്ക് കൊടുക്കണം. ഫൈൻ കാനലി മാലിക്കിൻ ലാ യഅരിഫുഹു, ഇനി അവൻ അറിയാത്ത ഒരു ഉടമയുടേതാണ് ഇവന്റെ അടുത്ത് വന്നുപെട്ട ഹറാമായ മുതൽ എങ്കിൽ വയൈസ മിൻ മഅരിഫത്തിഹി, അതറിയാൻ അവന് ഇനി സാധ്യതയില്ല എന്ന നിരാശയും അവനെ ബാധിച്ചു കഴിഞ്ഞാൽ ഫയംബഗി അൻ യസ്രിഫഹു ഫി മസാലിഹിൽ മുസ്ലിമീൻ അൽ ആമ്മ, അപ്പോൾ അത് മുസ്ലിമീങ്ങളുടെ പൊതുവായ മസ്ലഹത്തുകൾക്ക് വേണ്ടി അതിനവൻ ചെലവഴിക്കേണ്ടതാണ്. കൽ ഖനാത്തുരി, പാലങ്ങൾ നിർമ്മിക്കുക, വറുബ്ത്വി, സത്രങ്ങൾ നിർമ്മിക്കുക, വിശ്രമ കേന്ദ്രങ്ങൾ, ബസ് സ്റ്റോപ്പുകളൊക്കെ, വൽ മസാജിദി, പള്ളികൾ നിർമ്മിക്കുക. പള്ളി നിർമ്മിക്കാൻ കൂടിയും പറ്റുന്നവരാണ്. പള്ളി നിർമ്മിക്കാൻ പറ്റൂലായിരിക്കുന്നതിന് മുമ്പ് ഞാൻ ചിന്തിച്ചു, ഈ ഭാരത കണ്ടപ്പോഴാണ് പള്ളി നിർമ്മിക്കാന്ന് തോന്നിയത്. പള്ളി നിർമ്മിക്കുക, പള്ളിയൊക്കെ നല്ല നല്ല ഹലാലായ മുതലുകൊണ്ടാണല്ലോ പള്ളി ഉണ്ടാക്കേണ്ടത്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു സന്ദർഭം വന്നു കഴിഞ്ഞാൽ അത് പള്ളി ഉണ്ടാക്കാനും വിനിയോഗിക്കാം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്.
ഇപ്പൊ മസാലിഹി ത്വരീഖ് മക്ക, മക്കയിലേക്കുള്ള വഴി റോഡ് നന്നാക്കാൻ വേണ്ടി അതിനൊക്കെ ഉപയോഗിക്കും. മക്കയിലേക്കുള്ള ഉദാഹരണത്തിന് പറഞ്ഞതായിരിക്കും, ഏറ്റവും നല്ലൊരു മാർഗം എന്ന നിലക്ക് പറഞ്ഞതായിരിക്കും. വനഹ്വി ദാലിക, ഇതുപോലുള്ള മിമ്മാ യശ്തരിക്കുൽ മുസ്ലിമൂന ഫീഹി, മുസ്ലിമീങ്ങൾ പൊതുവായി മുസ്ലിമീങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഇത്തരം പൊതുകാര്യങ്ങൾ ഇതിൽ വിനിയോഗിക്കേണ്ടതാണ്. ഇല്ല, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ, അത് പ്രായോഗികമല്ലാതെ വരികയോ മറ്റോ ചെയ്താൽ, ഇപ്പൊ റോഡുണ്ടാക്കലൊന്നും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പ്രായോഗികമല്ല. കാരണം അതിനൊക്കെ ഗവൺമെന്റ് തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നമ്മളതിൽ കയറി ധാരിടാൻ നിന്നാൽ ചിലപ്പോ നമ്മൾ നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വരും. അപ്പൊ അങ്ങനത്തതൊക്കെ ഉണ്ടായതുകൊണ്ട് അത് സാധിക്കൂലെങ്കിൽ പണത്തിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഒരു ഫക്കീറിനാണെങ്കിൽ ഒരു ഫക്കീറിന്, അല്ലെങ്കിൽ ഒന്നിലധികം ഫക്കീർമാർക്കാണെങ്കിൽ ഒന്നിലധികം ഫക്കീർമാർക്ക് അത് ദാനം ചെയ്യേണ്ടതാണ്. അൽ ഖാലി, ഇതൊക്കെ മേൽ പറഞ്ഞ ഖാലി, അതായത് സിഖത്തായ ഖാലി, വിശ്വസ്തനായ ഖാലിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. ഇൻകാന അഫീഫൻ, ഖാലി അഫീഫാണെങ്കിൽ, അവൻ സാമ്പത്തിക വിശുദ്ധിയുള്ള ആളാണെങ്കിലേ പറ്റുള്ളൂ. എന്ത് കിട്ടിയാലും വാങ്ങുക, എന്ത് കിട്ടിയാലും അമുക്കുക, അയാതി ഖാലിയാണെങ്കിലേ പറ്റൂല. അഫീഫായ ഖാലിയാകണം, സാമ്പത്തിക വിശുദ്ധിയുള്ള ആളായിരിക്കണം. ഫഇല്ലം യകുൻ അഫീഫൻ, അവൻ വിശുദ്ധിയുള്ളവനല്ലെങ്കിൽ ലം യജുസി തസ്ലീമു ഇലൈഹി, അവനെ ഏൽപ്പിക്കാൻ പാടില്ല. ഫൈൻ സല്ലമഹു ഇലൈഹി, അങ്ങനത്തെ ഒരു ഖാലിനെ ഒരാൾ ഏൽപ്പിക്കുകയാണെങ്കിൽ സാറൽ മുസല്ലിമു ദാലിമൻ, ഈ ഏൽപ്പിച്ചവനായിരിക്കും അതിന്റെ ഉത്തരവാദി. ബൽ, പിന്നെയോ യംബഗി അൻ യുഹക്കിമ റജുലൻ മിൻ അഹ്ലിൽ ബലദി ദയ്യനൻ, നല്ല ദീനീബോധമുള്ള ആ നാട്ടിലെ ഒരു വിശ്വസ്തനായ ആളെ അവൻ കാര്യം ഏൽപ്പിക്കണം. ആലിമൻ, നല്ല വിവരമുള്ള. ഫഇന്ന തഹ്കീമ ഔലാ മിനൽ ഇൻഫിറാദ്, അങ്ങനെയുള്ള ഒരാളെ ഏൽപ്പിക്കലാണ് സ്വന്തം നിലക്ക് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ നല്ലത്. ഫഇൻ അജസ ദാലിക, ഇനി അതിനവന് കഴിയാതെ വന്നാൽ, കാരണം അവനേക്കാൾ പറ്റിയ ഒരാളെ, വിശ്വസിക്കാൻ പറ്റിയ ഒരാളെ കിട്ടണ്ടേ, അങ്ങനത്തെ ഒരാളെ നാട്ടിൽ കിട്ടാല്ല. അങ്ങനെ വന്നാൽ തവല്ലാഹു ബിനഫ്സിഹി, അത് സ്വന്തം നിലക്ക് അവൻ കൈകാര്യം ചെയ്യണം. ഫഇന്നൽ മഖ്സൂദ, കാരണം ലക്ഷ്യം സർഫുഹു ഇലാ ഹാദിഹിൽ ജിഹ, അത് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് വേണ്ടി ചെലവഴിക്കുക എന്നതാണ് ലക്ഷ്യം. അതിന് അവന് തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യാവുന്നതാണ്. അപ്പോ മാലിക്കിനെ കണ്ടെത്താൻ പറ്റാത്ത വിധം, ബാങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു മാലിക്കായി കൂട്ടാൻ പറ്റൂല, കാരണം അതൊരു കൂട്ടായ്മയാണ്. ബാങ്കിന് കൊടുത്താൽ അത് വീണ്ടും അവര് ഈ പണം തന്നെ പലിശ പ്രധാന വരുമാന മാർഗമായി സ്വീകരിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് അതിനെ നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റിയതല്ല. അത് അവരതുകൊണ്ട് കൂടുതൽ പലിശ വാങ്ങുകയേ ചെയ്യുള്ളൂ. അപ്പൊ അവർക്ക് വിട്ടുകൊടുക്കാതെ നമ്മുടെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു പണം വന്നിട്ടുണ്ടെങ്കിൽ ആ പണം ഇത്തരം പൊതുകാര്യങ്ങൾക്ക് വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് തൗബ ചെയ്ത് മേലിൽ ഇത്തരം അക്കൗണ്ടുകളിൽ ഞാൻ പണം നിക്ഷേപിക്കുകയില്ല തമ്പുരാനെ എന്ന് പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞ് അവൻ തൗബ ചെയ്ത്